ഡോക്ടറെ, കർക്കിടകമാണ് ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വെറും ഒരു തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വിശ്വാസം എവിടെ നിന്നാണ് വന്നത്? പഴയകാലത്ത് ആളുകൾ കൂടുതലും കഠിനമായ ശാരീരിക ജോലികളായിരുന്നു ചെയ്തിരുന്നത്. കനത്ത മഴ കാരണം കർക്കിടക മാസത്തിൽ ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ വിശ്രമിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ആ സമയത്താണോ ചികിത്സകൾ ചെയ്തിരുന്നത്? അതെ, വിശ്രമകാലമായതിനാൽ നാട്ടുവൈദ്യന്മാർ ഔഷധങ്ങളും ചികിത്സകളും നിർദ്ദേശിച്ചിരുന്നു. പല കുടുംബങ്ങൾക്കും ആയുർവേദ ഗ്രന്ഥങ്ങളെയും മരുന്നുകളെയും കുറിച്ച് പരിചയവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പതിവ് എല്ലാവരും കർക്കിടകത്തിൽ ചികിത്സ ചെയ്യണമെന്ന വിശ്വാസമായിട്ട് മാറിയോ? അതെ, ഒരു ആചാരം ക്രമേണ എല്ലാവരും പാലിക്കേണ്ട രീതിയാണെന്ന് വിശ്വാസമായി മാറി. അപ്പോൾ ആയുർവേദം യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? ആയുർവേദം ഒരു പ്രത്യേക കാലാവസ്ഥയെ ചികിത്സയ്ക്കായി നിർബന്ധമായി ശുപാർശ ചെയ്യുന്നില്ല. ചികിത്സയുടെ ആവശ്യം തീരുമാനിക്കേണ്ടത് വ്യക്തിയുടെ ആരോഗ്യനിലയും രോഗാവസ്ഥയും വിലയിരുത്തിയാണ്. അപ്പോൾ കർക്കിടകം എന്നത് എല്ലാവർക്കും ചികിത്സ ചെയ്യേണ്ട മാസമല്ലല്ലോ? തീർച്ചയായും അല്ല. കർക്കിടകത്തിലെ വിശ്രമം ഒരു ട്രഡീഷൻ അഥവാ ഒരു പാരമ്പര്യമായിരുന്നു. എന്നാൽ ചികിത്സ വ്യക്തിയുടെ ആവശ്യകത അനുസരിച്ചായിരിക്കണം, കലണ്ടർ നോക്കിയല്ല.